ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോൽ ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു കഷ്ണം ചക്ക കിട്ടി, അതിൻ്റെ കുരുവാണിത്. അപ്പോൾ നമുക്ക് ഈ കുരു ആദ്യം തന്നെ ഒന്ന് നന്നാക്കി എടുക്കാം. ചക്കക്കുരൊക്കെ ഞാൻ നന്നാക്കി ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ നന്നാക്കി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കറി വയ്ക്കാനുള്ള ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ, മുരിങ്ങാക്കോല് എല്ലാം റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് കഴുകി ഒരു ചട്ടിക്കലത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെള്ളം, ഉപ്പ് എന്നിവ ചേർത്ത് ചക്കക്കുരു ആദ്യം തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുരിങ്ങാക്കോലും മാങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതാ ഒരു മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാത്രം ഞാൻ അടപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചെമ്മീൻ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മിക്സഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു, മാങ്ങയും മുരിങ്ങാക്കോലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്ക്. നമ്മൾ മുഴുവനെ ചെമ്മീൻ വറുത്ത് അങ്ങനെ തന്നെ ഇടുന്നേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. ഞാൻ എപ്പോഴും ചക്കക്കുരു മാങ്ങയും കറി വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ചെമ്മീൻ ചേർക്കാറ്. അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ ചെമ്മീൻ വറുത്ത അതേ പാത്രം തന്നെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ചുമന്നുള്ളിയും കൊല്ലമുളകും കൂടി ഇട്ട് ഒരു കഷ്ണം വേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും കൊല്ലമുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കറികളിൽ ഒന്നാണ് കേട്ടോ ചക്കക്കുരു മാങ്ങയും കറി. ഇതുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചോറുണ്ണാന്നാണ് എല്ലാവരും പറയണത്. അതുപോലെ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.